ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോർമ്പക്കാവ് പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. 11 ദിവസത്തെ ആഘോഷങ്ങളായിരുന്നു. 11ാമത്തെ ദിവസമായിരുന്നു പൂരം. അപ്പോൾ അതിൽ ഞാൻ പോയിട്ടുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡേയിൽ ഞാൻ യാദൃശ്ചികമായിട്ട്, അതായത് ഞങ്ങൾ കർമ്മയിൽ പോയി വരുന്ന വഴിക്ക് ഞങ്ങൾ അമ്പലത്തിലൊന്നും കയറിയില്ല, മോൾക്ക് എക്സാം നടക്കുന്ന കാരണം. അപ്പോൾ വെടിക്കെട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചൈനീസ് പടക്കങ്ങൾ അത് കുറച്ചുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ അതൊക്കെ കണ്ടു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസം. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. നമ്മുടെ കുഞ്ഞനുണ്ട്, അമ്മു സൈഡിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അമ്പലത്തിൽ കോത്തുകൂറിട്ടിട്ട് 6ാമത്തെ ദിവസമായിട്ട് ഉണ്ട്. ഇന്നലെ നമ്മുടെ ദേശത്തൊക്കെ ആയിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. ഇന്ന് പോവാം. അമ്മൂന് എക്സാം ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കാരണം ഇന്ന് ഞങ്ങൾ പോവാൻ കഴിച്ചു. ഇപ്പം ഇനിയുള്ള 4 ദിവസം പോകണമെന്നുണ്ട്. പോവാം. എൻ്റെ ആദ്യത്തെ വീട് അമ്പലത്തിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ സുഖമായിട്ട് വരായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്നാലും വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ വരാൻ. പിന്നെ ഇവിടുത്തെ പൂരം എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അത് ഇവിടെ വന്നാലേ അറിയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് 6ാമത്തെ ദിവസം വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ കുറേ കുടുംബക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന പരിചയക്കാർ കുറേ പേരുണ്ടാകും. പിന്നെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണാതെ അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. എന്തായാലും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ എന്നും വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ വെടിക്കെട്ടിൻ്റെ ഒക്കെ കുറച്ച് മുന്നേയിട്ട് വരിക, ഒരു 6 മണി 6:30 സമയത്തൊക്കെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കാണാം. പിന്നെ നമുക്ക് നല്ല ഒരു സുഖമായിട്ട് ഇരുന്നിട്ട് പൂരം കാണാം കേട്ടോ. പൂരം എന്നല്ല, ഒരു ആഘോഷങ്ങളൊക്കെ കാണാം. ഞങ്ങൾ ചെന്ന 6ാമത്തെ ദിവസം നല്ല ചൈനീസൊക്കെ ആയിരുന്നു, കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. ആറാമത്തെ ദിവസം ഒരുപാട് നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയ സമയത്തായിരുന്നു വീഡിയോ എടുത്തത്, അതുകൊണ്ട് അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്നാലും കുറേ നേരം, ഒരു 4-5 മിനിറ്റോളം ചൈനീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കലാപരിപാടികൾ എല്ലാ ദിവസങ്ങളിലും, ഒട്ടുമിക്ക ദിവസങ്ങളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 ദിവസങ്ങളിൽ മാത്രം തായമ്പക അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ ദിവസവും കലാപരിപാടികളായിരുന്നു കേട്ടോ.
ഏഴാമത്തെ ദിവസം വന്നപ്പോഴും നല്ല ചൈനീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റിലേറ്റീവിനെങ്കിലും കാണാതിരിക്കില്ല കേട്ടോ. കാരണം ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക എൻ്റെ അമ്മമ്മയുടെ വീട്, അതായത് മാമൻ്റെ വീടും അതുപോലെ തന്നെ സായിൻ്റെ അമ്മയുടെ വീടും അങ്ങനെ എല്ലാം ഈ ഭാഗത്ത് തന്നെ ആയത് കാരണം നമുക്ക് കുറേ ആളുകൾ അറിയുന്നവരുണ്ടായിരിക്കും, ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മൾ വന്ന് അന്നൊക്കെ ഓരോരുത്തരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ അമ്മു പറഞ്ഞുകൊടുക്കണ അമ്മു അമ്മ. പിന്നെ ഞങ്ങൾ 9ാമത്തെ ദിവസം വന്നു. അന്ന് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലാണ് കേട്ടോ വണ്ടി നിർത്തിയത്. ഇപ്പോൾ അവിടെ ഞങ്ങളില്ലെങ്കിലും വീട്ടിൽ വണ്ടിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വണ്ടി നിർത്തി. അതുപോലെ തന്നെ അവിടെ പാടത്തുനിന്ന് നന്നായിട്ട് നമുക്ക് കാണാം. റോഡിലിറങ്ങി എന്ന് കഴിഞ്ഞാൽ നല്ലപോലെ വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ നോക്കിയാൽ ശരിക്കും നമുക്ക് പൂരപ്പറമ്പും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ സാധാരണ ഞങ്ങളിവിടെ ഉള്ള സമയത്ത് ഇവിടെ നിന്നാണ് വെടിക്കെട്ടൊക്കെ കാണാറ്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വൈകുന്നേരത്തെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഫാമിലീസിനെ കാണാം കേട്ടോ. കാരണം അമ്പലത്തിൽ വന്ന് തൊഴിലൊക്കെ കഴിഞ്ഞ് പരിപാടി കാണുന്നവർ ഒരു തരം, അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് സംസാരിക്കുക, അതുപോലെ തന്നെ എന്താ പറയുക ഒരു മെൻ്റലി റിലാക്സ് ആവുന്ന ഫീലിംഗ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു തരം. പിന്നെ അവിടെ പുറത്തുള്ള കടകളിൽ നിന്ന് സാധനം മേടിക്കുന്നവരുടെ തിരക്ക് വേറെ. നല്ല രസമാണ് കേട്ടോ കയറാനും. അതുപോലെ തന്നെ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ അമ്പലത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. എന്താ പറയുക തിക്കും തിരക്കും ബഹളം അങ്ങനെയല്ല, നമുക്ക് സ്വസ്ഥമായിട്ട് എന്താ പറയുക അമ്പലത്തിൽ വന്നിരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ വരുന്ന ആഘോഷിക്കുന്നത്.
ഇവിടെ ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസറായി ഉടനെ ബന്ധപ്പെടുക. അപ്പോൾ ഇന്ന് പൂരത്തിൻ്റെ 10ാമത്തെ ദിവസമാണ്, അതായത് നാളെ പൂരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വന്നു. അതായത് പൂരത്തിൻ്റെ തലേ ദിവസം അമ്പലത്തിൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക, കുറേ കച്ചവടക്കാർ, അതുപോലെ തന്നെ യന്ത്രൂഞ്ഞാൽ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നായിരിക്കും കുറച്ചുകൂടി നമ്മുടെ അമ്പലവും അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്നുകൂടി കളർഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് അധികം നേരത്തെ തന്നെ വന്നു. പിന്നെ അത് മാത്രമല്ല, അധികം നേരം പരിപാടികളൊക്കെ കാണണമെന്ന് കരുതിയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എന്താ പറയുക, പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പൂരത്തിൻ്റെ തലേ ദിവസമായപ്പോൾ ഇന്ന് ചൈനീസും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കും അമ്മൂനും യന്ത്രൂഞ്ഞാലിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും മുന്നേ കയറിയിട്ടൊക്കെ ഉണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ സായിട്ട് ഒട്ടും സമ്മതിച്ചില്ല. അമ്മൂന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സായിട്ട് സമ്മതിക്കുകയും ചെയ്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊന്നും തീരെ സേഫ് അല്ല എന്നാണ് പറയുന്നത്. ആയിരിക്കാം, ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും അത്ര അങ്ങനെ നിർബന്ധിച്ചില്ല. പിന്നെ മോനിങ്ങനെ ഇതിൽ കയറിട്ടോ, കുട്ടികളുടെ. അപ്പോൾ അതിൽ കയറുന്ന സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു, അവൻ ഇരിക്കുകയോ ഇല്ല എന്നുള്ളത്. അവന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, നല്ല ഹാപ്പി ആയിട്ട് അതിൽ ഇരുന്നോട്ടാ. അവനതിന് എടുത്തപ്പോഴാണ് അവൻ കരച്ചിൽ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസവും ഫുള്ള് എന്താ പറയുക, പൂരപ്പറമ്പിലൊക്കെ ഒന്ന് കറങ്ങിയെന്ന് വേണം പറയാൻ. നമ്മൾ വീട്ടിലെത്തുമ്പോൾ ലേറ്റായി കേട്ടോ. അപ്പോൾ നാളെ ഞാൻ പൂരത്തിന് വരില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പോയത്. ബട്ട് പക്ഷെ ഞാൻ വന്നു കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, സായന കമ്പനിക്ക് ആരുമില്ല പൂരത്തിന് പോകാൻ. അപ്പോൾ ഞാനും അമ്മയും ഒക്കെ കൂടി വരാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ മോനെ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്, തന്നെയാണല്ലോ ഉണ്ണീനെടുക്കുക. അങ്ങനെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ കണ്ടമ്പക്കാവ് പൂരാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് കണ്ടമ്പക്കാവ് പൂരാണ്. അപ്പോൾ ഞങ്ങൾ പൂരത്തിന് പോവാണ്. ഭയങ്കര തിരക്കൊക്കെ ആവും, എന്നാലും പോയി നോക്കാം. ഭയങ്കര തിരക്കായിരിക്കും പൂരത്തിന്, പക്ഷെ എന്നാലും നല്ല തിരക്കായിരിക്കും. അതൊക്കെ അറിയാം. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ജംഗ്ഷനിൽ വണ്ടി എന്താ പറയുക ബ്ലോക്കായിരുന്നു, വാഹനങ്ങൾ കടത്തിരുന്നില്ല. അത് നന്നായി തോന്നി. വരവുകൾക്കും അതുപോലെ ആളുകൾക്കൊക്കെ നല്ല സൗകര്യമായിരുന്നു, ആളുകളുടെ ഒരു തിരക്കില്ലാത്തത്. പിന്നെ പോലീസ്മാരുടെ അവിടെ എത്തിയത്.
എങ്ങടാ വാച്ച അതാരാ? പിടിക്ക് പിടിക്ക് ഉണ്ണീനെ മുസന്റെ പാത്രം പിടിച്ചിട്ട് പോണേ. അത് നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം കളിച്ചാൽ പിടിച്ചോ പിടിച്ചോ. നമ്മുടെ കണ്ണൂർ പൂരോടെ കഴിഞ്ഞിരിക്കുകയാണ്. വെടിക്കെട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാപ്പി പൂരം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കണ്ണൂർമക്കാവ് പൂരത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ സീ യു. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.